നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള, അതേപോലെ തന്നെ യാ റസൂലല്ല എന്നൊക്കെ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് വിശേഷിപ്പിച്ചത് റസൂലുള്ള, നബിയുള്ള എന്നൊക്കെയാണ്. എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത്. ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ അഹ്സനിക്ക് പൊള്ളുന്നത്? സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്കറിയാം. ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ? അതിലാർക്കും എതിർപ്പില്ല. അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ. ആ ഹദീസുകളൊന്നും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നാൽ, പ്രവാചകനെ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ സഹാബത്ത് എന്താ പറയാ? യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലെ. അത് ബഹുമതിയുടെയും ആദരവിന്റെയും പൂർണ്ണമായ പ്രയോഗങ്ങളാണ്. അതാണ് ഈ സലഫി പണ്ഡിതൻ പറഞ്ഞത്. എന്നാൽ ഹബീബ്, ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത്, അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ്? അങ്ങനെയുള്ള ഒരു മതചിഹ്നമായ നിലക്ക് ഹബീബ്, ഹബീബുന എന്ന പദപ്രയോഗം സഹാബിമാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ അഹ്സനിക്ക് തെളിയിക്കാൻ പറ്റുമോ? നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. നിരുപാധികം അവർക്ക് പ്രിയപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും.